വാഴയാണോ കണ്ട? വാഴ എങ്ങനെയുണ്ട്? വാഴ അടിപൊളിയായിരുന്നു. എങ്ങനെയാണ്? നമ്മളെല്ലാരും വാഴയാണെന്നാണ് പടം കണ്ടറിയുന്നത്. എല്ലാരും വാഴയാണ്. സിനിമയായിരുന്നോ? ഏതായിരുന്നു? ജതിഷേട്ടാ എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. യൂത്തിന് വേണ്ടി യൂത്തിൻ്റെ പടം, യൂത്തിൻ്റെ എല്ലാ ഫീലിങ്സും ഒപ്പിയെടുത്തിരിക്കുന്ന പടം, എല്ലാ ജനറേഷൻസിലും ഇഷ്ടപ്പെടുന്ന പടമാണ്. യൂത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു പടം അടുത്ത കാലത്ത് എങ്ങും വന്നിട്ടില്ല. അതും വിദ്യാർത്ഥികൾ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. ഓരോ വീട്ടിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ. അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണിപ്പോൾ, അതെങ്ങനെ ആയിരിക്കണം, അതെല്ലാം ഈ സിനിമയിലുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. എന്നാൽ ഒരുപാട് ചിരിക്കാറുണ്ട്. അടിച്ചേൽപ്പിക്കാത്ത മെസ്സേജ് വളരെ നല്ല എല്ലാവരും ഉണ്ട് ഇവിടെ. സേലിം ഇതേപോലെ കണ്ടിറങ്ങിയ സന്തോഷത്തോടെ അഭിപ്രായം പറഞ്ഞിരുന്നു. ആ ഒരു സന്തോഷത്തിന്റെ മുഖത്ത് കാണുന്നുണ്ട്. കാരണം ഇത് ഒരു യൂത്തിന് ഒന്നുകൂടെ ഇഷ്ടപ്പെടുന്ന പടമാണ്. യൂത്താണ് ഇത് ആവേശത്തോടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത്. യൂത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. യൂത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. നമ്മളൊരു വാഴയായിട്ട് മാറുകയാണ്. വാഴ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. സിനിമ മനസ്സിലാവും. നമ്മളെല്ലാവരും വാഴയായിട്ട് അടുത്ത ബന്ധമാണ്. നമുക്ക് എല്ലാവരും കടയിൽ പോയി പഴമാണ് വാങ്ങുന്നത്. വാഴയെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല. വാഴയെക്കുറിച്ച് ഓർക്കുന്നു. അച്ഛനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാസ്റ്റർ പൊളിച്ച് എല്ലാവരും വന്ന് കാണാം. എല്ലാവരും വാഴയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അടിപൊളിയായിരുന്നു. ഞാൻ പേപ്പറൊക്കെ കണ്ടു തന്നിട്ട് ഹാസ്റ്റർ പൊളിച്ച് എടുത്തു പറയാനെന്തെങ്കിലും സ്റ്റോറി വൈസും ഹാഷിന് വേണ്ടിയിട്ടാണ് വന്നത്. നൈസാണ്. എല്ലാം പല വീട്ടുകാർ കാണേണ്ട പടമാണ്. അടിപൊളിയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സ് ഒക്കെ വന്നപ്പോൾ ഒരു ഉണ്ട്, പക്ഷേ ഫുള്ളല്ല, കുറച്ചുണ്ട്. പക്ഷേ എനിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ട്. സ്പോയിലറാണ്, പക്ഷെ പറഞ്ഞു സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. അതെ അതെ. ഓക്കെ, ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ? ഭയങ്കര സന്തോഷം. എന്താ പറയുക, മനസ്സ് തുറന്നു. ഭയങ്കര ചിരിയായിരുന്നു തിയേറ്ററിൽ. നമ്മളെ സിനിമ ഇത്രയും ജനങ്ങൾ ചിരിച്ചില്ല. നമ്മൾ 3 ഫാമിലിക്ക് ശേഷം ഒരുമിച്ച് ാവുന്ന പടമാണ്. അതേപോലെ ചിരിക്കാനുണ്ടോ? അപ്പം അതേപോലെ ചിരിക്കാനുണ്ട്, ആലോചിക്കാനുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഒരുമിച്ചുള്ള ഒരു പടം. സന്തോഷം. ഓക്കെ ഓക്കെ. ആരെയാണ് പടത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ടീമില്, വാഴ ടീമില്? എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല കിട്ടുമായിട്ടുണ്ട്. റിലേറ്റബിൾ ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി, സെക്കൻഡ് ഹാഫ് ഭയങ്കര ഡീപ്പ്. നമ്മുടെയൊക്കെ ഒരു ലൈഫ് തന്നെയാണോ സ്ക്രീനിൽ കണ്ടത്? മൊത്തമാണ്, കംപ്ലീറ്റ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു വാഴ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമാണ്. ശരിക്കും ഒരുപാടുണ്ടായിരുന്നു. ഇവരെയൊക്കെ അറിയാമായിരുന്നു ഇതിൽ അഭിനയിച്ചവരൊക്കെ? ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണല്ലോ കൂടുതൽ പേര്. അപ്പൊ എങ്ങനെയുണ്ട്? ഇവരൊരു മെയിൻ സ്ട്രീം ഒരു മൂവിയിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ഡിഫറൻസ്? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം കാണാനുള്ളതാണ്. നമുക്കൊക്കെ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ലൈഫിലെ കൂടെയൊക്കെ തന്നെയാണ് ഈ മൂവി സഞ്ചരിക്കുന്നത്. കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ല മൂവിയാണ്. കോമഡിയാണോ? കോമഡി നല്ല ഫാമിലി കാണാൻ പറ്റുന്ന പടം. പയ്യന്മാരൊക്കെ അടിച്ചു പൊളിക്കാനുള്ള ഒക്കെ കാണേണ്ടതാണ്. ഗ്രേറ്റസ്റ്റ് ആക്ടിങ്. അവര് മെയിൻ സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു. ആരാണ് സ്കോർ ചെയ്തത്? ഇവിടെ ഫുൾ കൂടി ഉണ്ടായിരുന്ന ആഷിർ തന്നെയാണ്. ഒബിയസ്ലി ആഷിറാണ്. പിന്നെ ജോമോൻ ജോബിന്റെ, ഞാൻ ജോമോൻ ജോബിന്റെ ഇരിക്കാൻ ഭാഗത്തുള്ള കുറെ കോമഡി ഉണ്ട്. തിയേറ്ററിൽ എല്ലാവരും ചിരിച്ചും കൈയടിച്ചൊക്കെ ഇറങ്ങിയതല്ല. പടം തീർന്നപ്പോൾ കൈയടിച്ചാൽ അങ്ങനെ മനസ്സിലായല്ലോ.